ക്രിസ്തുവിൽ പ്രിയരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. നോമ്പ് ദിവസങ്ങളിൽ നാം നടത്തുന്ന പ്രാർത്ഥനകളും വചന പഠനവും ധ്യാനവും ഒക്കെയും നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് പ്രയോജനമായി തീരട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 23-ാം വാക്യം. എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തൻ്റെ ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ വളരെ പ്രസക്തമായ ഒരു വാക്യമാണ് ഇത്. ക്രൂശിൻ്റെ വഴി എന്നത് അത് മഹത്വത്തിൻ്റെ വഴിയാണ്. അത് ദൈവം നിശ്ചയിക്കുന്ന ദൈവിക വഴിയാണ്. ഈ വാക്യത്തിൽ ആദ്യത്തെ ഭാഗം എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ, ദൈവത്തെ, യേശുവിനെ അനുഗമിക്കുക എന്ന് പറയുന്നത് അത് നിർബന്ധമല്ല, അതൊരു ക്ഷണമാണ്, ബലമായി വിളിക്കുന്നതല്ല. എന്നാൽ ക്ഷണിക്കുന്ന യേശുവിനെ നാം കാണുകയാണ്. ക്രിസ്തീയ ജീവിതം വ്യക്തിപരമായ തീരുമാനത്തിലാണ് ആശ്രയിച്ചിരിക്കുന്നത്. അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് സ്വന്തം ജീവിതത്തിലെ തീരുമാനമായി അത് മാറണം. യഥാർത്ഥത്തിൽ യേശുവിനെ അനുഗമിക്കാൻ നമുക്ക് മനസ്സുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഈ വാക്യത്തിൽ രണ്ടാമത്തെ ഭാഗം തന്നെത്താൻ ത്യജിച്ചു എന്നതാണ്. സ്വയം നിഷേധിക്കലാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായി പാപ സ്വഭാവങ്ങൾ ഇല്ലാതാക്കുക, അതിൽ ത്യജിച്ച് കളയുക. മറ്റൊന്ന്, സ്വന്തം ഇഷ്ടങ്ങളും സ്വന്തം കാര്യങ്ങളും ത്യജിച്ച് ദൈവത്തിങ്കിലേക്കുള്ള ഒരു തിരിച്ചുവരവ്. ദൈവം ആഗ്രഹിക്കുന്ന പ്രകാരം നമ്മുടെ ജീവിതം ക്രമീകരിക്കുക എന്നതാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സ്വാർത്ഥതയെ ത്യജിക്കുക എന്നതാണ്. നമ്മുടെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ എന്ന ഒരു തീരുമാനം. ചില കാര്യങ്ങൾ നാം വിടേണ്ടിയിരിക്കുന്നു, ചിലതൊക്കെ നാം സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. ക്രൂശിൻ്റെ മാർഗത്തിൽ നാം സഞ്ചരിക്കാൻ ഇത് ആവശ്യമായിരിക്കുന്നു. ഈ വാക്യത്തിൽ മൂന്നാമത്തെ ഭാഗം നമ്മൾ കാണുന്നത് തൻ്റെ ക്രൂശ് എടുത്ത് ദിനംതോറും എന്ന ഭാഗമാണ്. ക്രൂശ് അന്ന് ലജ്ജയുടെയും വേദനയുടെയും ചിഹ്നമായിരുന്നു. എന്നാൽ ഇന്ന് അത് സമർപ്പണത്തിൻ്റെ ചിഹ്നമാണ്. ക്രൂശ് എന്ന് പറയുന്നത് വിശ്വാസത്തിന് വേണ്ടി സഹിക്കുന്ന ഒന്നാണ്. നീതിക്കായി നിലകൊള്ളുന്ന ധൈര്യം. ക്രിസ്തീയ ജീവിതം ഒരു ദിവസത്തെ തീരുമാനമല്ല, ഓരോ ദിവസവുമുള്ള സമർപ്പണമാണ്. അതുകൊണ്ടാണ് ദിനംതോറും എന്ന വാക്ക് നാം ഇവിടെ കാണുന്നത്. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിന് വേണ്ടിയും നീതിക്ക് വേണ്ടിയും നിലകൊള്ളുന്ന ഒരു ജീവിത ശൈലി അത് ദിനംതോറും നമ്മിൽ ഉണ്ടാകണം. ആ വാക്യത്തിൽ ഒടുവിൽ നാം കാണുന്നത് എന്നെ അനുഗമിക്കട്ടെ എന്നതാണ്. യേശുവിൻ്റെ പാത പിന്തുടരുക, യേശുവിൻ്റെ സ്വഭാവം സ്വീകരിക്കുക, യേശുവിൻ്റെ ലക്ഷ്യത്തിൽ പങ്കാളിയാവുക. ഇതൊക്കെയും ഈ ഭാഗത്തിലൂടെ നാം മനസ്സിലാക്കുന്ന ഒന്നാണ്. ക്രൂശില്ലാതെ മഹത്വമില്ല, വേദനയില്ലാതെ സന്തോഷമില്ല. യേശുവിൻ്റെ നീ എന്നെ അനുഗമിക്കുമോ എന്ന ഒരു ചോദ്യം
ഇന്നും നിലനിൽക്കുകയാണ്. ഈ വാക്യം നമ്മുടെ മനസ്സിൽ ഉണ്ടാകട്ടെ. എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തൻ്റെ ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ഈ നോമ്പ് ദിവസങ്ങളിൽ നമ്മുടെ ധ്യാനം നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു.